بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠനത്തിൽ സൂറത്തുൽ ഇസ്രായിലെ 55 ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം വിശദീകരിച്ചത്. 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല. ഖുൽ, നബിയെ പറയുക, ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി, ഉദ്ഉ, നിങ്ങൾ വിളിക്കുക. മുശ്രിക്കീങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ വിളിക്കുക. അല്ലദീന സഅംതും, എങ്ങനെയുള്ളവരെ? നിങ്ങൾ വാദിക്കുന്നവർ. മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ ഇലാഹുകളാണെന്ന് നിങ്ങൾ വാദിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിക്കുക. ഫലാ യംലികൂൻ, അവർ അധികാരപ്പെടുത്തുന്നില്ല. കശ്ഫ അദ്ദുർ, എന്തെങ്കിലും ഒരു ഉപദ്രവം, എന്തെങ്കിലും ഒരു ദോഷം, അത് നീക്കുവാനുള്ള അധികാരം അവർക്കില്ല. അൻകും, നിങ്ങളെ തൊട്ട്. വലാ തഹ്വീല, നിങ്ങളുടെ സ്ഥിതിയിൽ, നിങ്ങളുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ അവർക്ക് സാധിക്കുകയില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ, അല്ലെങ്കിൽ ഏതു കാലത്തും ഷിർക്കിന്റെ ആളുകൾ, അവരുടെ ഇലാഹുകളുടെ ഏറ്റവും വലിയ ദുർബലത അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അതായത് അല്ലാഹുവിന് പുറമെ ഇലാഹായിട്ട് ആരെ സ്വീകരിച്ചാലും അവർക്കൊന്നും ഇവരുടെ, ആരാണോ അവരെ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ, അവരുടെ ഏതെങ്കിലും ദോഷം നീക്കാനോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ സാധിക്കില്ല. അവരേറ്റവും ദുർബലരായിരിക്കും. അവർക്ക് അതിനുള്ള യാതൊരു കഴിവും ഉണ്ടാവുകയില്ല. ഇത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിലേക്ക്, തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കേണ്ട കാര്യമാണ്. അവർ ചിന്തിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ നമുക്ക് ചുറ്റും കാണുന്ന ആളുകൾ, ഷിർക്കിന്റെ ആളുകൾ, മരിച്ചുപോയ ആളുകളോട് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലിനോടോ അല്ലെങ്കിൽ ഒരു മരത്തിനോടോ, ഇതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഏലസിലോ ഉറുക്കിലോ എനിക്ക് ബാധിച്ച രോഗം മാറ്റാൻ, അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ഇതുപോലുള്ള ചരടുകൾക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചത്തുണി വാഹനത്തിൽ കെട്ടുന്നത് കൊണ്ടോ ഇതൊക്കെ എന്നെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ശിർക്കിന്റെ വക്താക്കളോട് പറയുകയാണ്, നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ വിളിക്കൂ. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം മാറ്റാനോ എന്തെങ്കിലും നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താനോ സാധിക്കുമോ എന്നുള്ളത്. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശിർക്കിന്റെ ഏറ്റവും വലിയ നിരർത്ഥകത മനസ്സിലാകും. ഇതാണ് നബിമാർ അവരുടെ പ്രബോധനത്തിൽ ആ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്ന ഒരു കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പാനോടും തന്റെ നാട്ടുകാരോടും അള്ളാഹുവിന് പുറമെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, അതുപോലെ തന്നെ മറ്റു പലതിനെയും ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന സന്ദർഭം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ഇദ് ഖാല ലി അബീഹി വ ഖൗമിഹി മാ തഅബുദൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പാനോടും തന്റെ നാട്ടുകാരോടും ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമുക്ക് നന്മ വരുത്താനും തിന്മ തടയാനും യാതൊരു കാര്യകാരണ ബന്ധവും ആവശ്യമില്ല. അങ്ങനെ സാധിക്കുമെന്ന് നിലക്കാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ പ്രാർത്ഥിക്കുന്നത്, ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇബാദത്ത് എന്ന് പറയുമ്പോ എന്താ? അവന് യാതൊരു ബന്ധവും ഒരു സബബും ഇല്ലെങ്കിൽ കൂടി എനിക്ക് നന്മ വരുത്താനും എനിക്ക് തിന്മ തടയാനും സാധിക്കും, എന്നിലേക്ക് വരുന്ന തിന്മ തടയാനും സാധിക്കുന്ന നിലക്കാണ് നമ്മൾ ഒരാളോട് തേടുന്നത്.
അപ്പൊ അതൊരു കല്ലിനോട് പോയി തേടുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തേടുന്ന ആളുകളോട് എന്താ നമ്മൾക്ക് പറയാനുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? അപ്പോ ആ നാട്ടുകാർ പറഞ്ഞു, ഖാലൂ നഅ്ബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആഖിഫീൻ. ഞങ്ങൾ ഇതാ ഈ വിഗ്രഹങ്ങളെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. ഞങ്ങൾ അതിന്റെ അടുത്ത് ഭജനം ഇരിക്കുകയും ചെയ്യും, ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്യും. അതിനെ ആരാധിച്ച് അതിന്റെ അടുത്തായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുന്നത്, ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ. നിങ്ങൾ ദുആ ചെയ്താൽ ഇവര് കേൾക്കുവോ? ഈ വിഗ്രഹങ്ങൾ കേൾക്കോ? അവരെന്നെ കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അവർക്ക് കേൾക്കാൻ സാധിക്കുമോ? ഈ യസ്മഉ എന്നുള്ളതിന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. സമഅ എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ 3 അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒന്ന് കേവലം കേൾവി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. രണ്ടാമത്തേത് മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, ഫഹ്മ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മൂന്നാമത്തേത് ഉത്തരം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, നിങ്ങൾ തേടിയാൽ അത് മനസ്സിലാക്കാനോ അത് ഉത്തരം ചെയ്യാനോ അത് കേൾക്കാനോ 3 അർത്ഥത്തിലും അവിടെ ഉപയോഗിക്കാം. അവർക്ക് സാധിക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വരുത്താനോ അവർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം നിങ്ങൾക്കുണ്ടാക്കാൻ ഈ വിഗ്രഹങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. കാരണം അവർക്ക് സാധിക്കില്ല, ഉറപ്പാണ്. ഒരു മനുഷ്യനെ ചിന്തിച്ച ബോധമുള്ള കാര്യമാണ്, അവന് സാധിക്കില്ല. എന്നിട്ട് പറയാണ്, അവർ പറഞ്ഞു, ഖാലു ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. എല്ലാ കാലത്തും ശിർക്കിന്റെ ആളുകൾ അവർക്കുണ്ടായിരുന്ന ഒരു വാദമാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, ഞങ്ങളുടെ ഉപ്പ, ഞങ്ങളുടെ വെല്ലിപ്പ, ഞങ്ങളുടെ കാക്ക കാരണവന്മാര്, ഞങ്ങളുടെ ഉസ്താദുമാര്, ഇവരൊക്കെ എന്താ ചെയ്തിട്ടുള്ളൂ? ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും ചോദിച്ചു, അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ. ഇത് ശരിക്ക് അർത്ഥം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾ എന്തിനെ ആരാധിക്കുന്ന? അറബിയിൽ, മലയാളത്തിൽ ശരിക്കും അതിന്റെ അർത്ഥം പറയണമെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നിങ്ങൾ എന്തിനെ ഈ ആരാധിക്കുന്നത് എന്നുള്ളത്? അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ. നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്ന്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന വാക്കാണ്, ഫഇന്നഹും അദുവ്വുൽ ലീ ഇല്ലാ റബ്ബുൽ ആലമീൻ. ഇവരെല്ലാം നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകൾ, ഒരു ഉപകാരമില്ലാത്ത ഉപദ്രവമില്ലാത്ത ഈ ഇലാഹുകളെല്ലാം എന്റെ ശത്രുവാണ്, എന്റെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ളവരാണ്. ഇല്ലാ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. എന്തൊരു ധൈര്യമാണ് ഒരു തൗഹീദുള്ള വ്യക്തിക്ക് അള്ളാഹുവിന്റെ അടിമക്ക് പറയാൻ. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, നിനക്ക് ഇസ്സത്തായിക്കൊണ്ട് നിനക്ക് എന്ത് മതി? നീ അള്ളാഹുവിന്റെ അടിമയാണെന്നുള്ളത് മതി. നിനക്ക് ഫഖ്റായിക്കൊണ്ട് നിന്റെ റബ്ബ് അള്ളാഹു ആണ് എന്നുള്ളത് മതി. അത് തന്നെ എന്താണ്? നമുക്കൊരു പ്രതാപമാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പ്രതാപമാണ്. നമ്മളൊരു കല്ലിനെ ആരാധിക്കുന്നവരല്ല, ഒരു മരത്തിനെ ആരാധിക്കുന്നവരല്ല, ഒരു വലിയിലെ ആരാധിക്കുന്നവരല്ല, മരിച്ചുപോയ ഏതെങ്കിലും മയ്യിത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ല, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല. എന്നാൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന, ഇതിനെയെല്ലാം പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ് മുവഹ്ഹിദീങ്ങൾ. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ ഇസ്സത്ത് അതിന് പറയാൻ വാക്കുകളില്ല, അത്ര മഹത്തരമായതാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഈ മുശ്രിക്കീങ്ങൾക്ക്. ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തൊരു ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് അവരുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലും മനോഹരമായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പറ്റി പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവിനെ പറ്റി പറയാവുന്നതിൽ ഏറ്റവും മഹത്വം വേറൊരാൾക്കും പറയാൻ പറ്റൂല. ഇപ്പൊ ഒരു കല്ലിനെയോ ഒരു ജാറത്തെയോ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും നബിയെയോ മലക്കിനെയോ ജിന്നിനെയോ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്നെ സൃഷ്ടിച്ചത് ഞാൻ ആരാധിക്കുന്ന ആളാണെന്ന്? ഒരാൾക്കും പറ്റില്ല. പക്ഷേ നമുക്ക് ധൈര്യമായി പറയാൻ സാധിക്കും, എന്നെ സൃഷ്ടിച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. സൃഷ്ടിച്ചവൻ മാത്രമല്ല, എനിക്ക് എല്ലാ രീതിയിലും വഴി കാണിച്ചു. എല്ലാ രീതിയിലും പൊതുവായിട്ട് എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളത്, അതുപോലെ തന്നെ ഈ ദീൻ അംഗീകരിക്കാനുള്ള ഹിദായത്ത് എല്ലാ രീതിയിലും എനിക്ക് വഴി കാണിച്ചവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ, എനിക്ക് വെള്ളം കുടിപ്പിക്കുന്നവൻ.
ഭക്ഷണം നൽകാൻ അള്ളാഹുവിനല്ലാതെ സാധിക്കില്ല. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഇലാഹുണ്ടോ നിങ്ങൾക്ക്? ആകാശത്തും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകാൻ, റിസ്ക് നൽകാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. മഴ വർഷിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? ചെടി മുളപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? അതിൽ വ്യത്യസ്ത രുചികളുള്ള കായ്ക്കനികൾ നൽകാൻ ആരാ സാധിക്കുക? ഇലാഹും അല്ലാഹ്? ഒരിക്കലുമില്ല. അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹിനും അത് സാധിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ, ഇവിടെ ഉലമാക്കൾ ഇത് വിശദീകരിക്കുന്നിടത്ത് പറയാറുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് കാണിച്ച വലിയ അദബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം രോഗം നൽകുന്നവനും ആരാണ്? അള്ളാഹു ആണ്. പക്ഷേ ഇവിടെ എന്നെ രോഗിയാക്കിയാൽ ശിഫ നൽകുന്നവൻ എന്നല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ഞാൻ രോഗിയായാൽ. ലാസിമായ ഒരു ഫീൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അള്ളാഹുലേക്ക് ഒരു ഷെറിനെ ചേർത്തി പറയുന്ന അവസ്ഥയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിനോട് ചില അദബുകളുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴും, അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോഴും, അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുമ്പോഴും, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുമ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില അദബുകളുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാണിക്കേണ്ടത്. വഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. ആർക്കാണ് സാധിക്കുക? ഏതെങ്കിലും വേറൊരു ഇലാഹിന് സാധിക്കുവോ രോഗം വന്നാൽ ശിഫ നൽകാൻ? സാധിക്കില്ല. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുന്നവൻ പിന്നെ എന്നെ ജീവിപ്പിക്കുന്നവൻ. എന്നെ മരിപ്പിക്കുന്നവൻ പിന്നെ എന്നെ ജീവിപ്പിക്കുന്നവൻ. ഒരാൾക്കും സാധിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് അയാൾ ഇബാദത്ത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനോ എന്തെങ്കിലും വ്യക്തിക്കോ ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ ഏതെങ്കിലും മുശ്രിക്കിന് ധൈര്യം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ നമ്മള് ഷിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുമ്പോ അള്ളാഹു പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളെയും വ്യക്തികളെയുമാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അള്ളാഹു തആല വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇതാണ് പറയാൻ പറയുന്നത്. നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ ആരാധിക്കുന്ന ആളുകളെ വിളിക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചാൽ അത് മാറ്റാനോ നിങ്ങളുടെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ അവർക്ക് സാധിക്കുമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഷിർക്കിന്റെ അടിവേറിറക്കുന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറയുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആൻ. ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും തകർത്ത് കളയുന്ന ഒരായത്ത്. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുന്നത്, ഒരു കഴിവോ ഒരു ശക്തിയോ ഒരു അധികാരമോ ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇലാഹുകൾക്ക്, അവരെ ഇലാഹാക്കി വെച്ചിട്ടുള്ളവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. സൂറത്തു സബയിലെ 22-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിന്റെ ഇനങ്ങളെ എല്ലാം തകർത്തെറിയുന്നുണ്ട്. ഷിർക്കിന്റെ ഇനങ്ങൾ പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുശ്രിക്ക് ഷിർക്ക് ചെയ്യുന്ന രീതികൾ 4 എണ്ണമായിരിക്കും. ഒന്ന് നിദ്, അള്ളാഹുവിനെ ഒഴിവാക്കി, അള്ളാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കി വേറൊരാൾക്ക് കഴിവും ശക്തിയും ഉണ്ട് എന്നുള്ള നിലക്ക് വേറൊരാളെ ആരാധിക്കൽ. രണ്ടാമത്തേത് ശരീക്ക്, ഷിർക്ക്, അള്ളാഹുവിന്റെ ഒപ്പം മറ്റൊരാളെ ആരാധിക്കൽ, അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ ആരാധിക്കൽ. മൂന്നാമത്തേത് വഹീർ, അള്ളാഹുവിന് സഹായിയായിട്ട് ഒരാളുണ്ട്. അള്ളാഹുണ്ട്, എന്നാൽ അള്ളാഹുവിന് സഹായിയായിട്ട് ഇന്ന വലിയുണ്ട്, അല്ലെങ്കിൽ ഇന്ന മലക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ന ജിന്നുണ്ട്, ആ നിലക്ക് ആരാധിക്കൽ. നാലാമത്തേത് ഷഫീഅ്, അള്ളാഹുവിലേക്ക് ശുപാർശകൻ എന്ന നിലക്ക് ഇടനിലക്കാരനായിട്ട് ഒരാളെ വെച്ചിട്ട് അയാൾ ആരാധിക്കുക. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ 4 രീതിയിലായിരിക്കും ഷിർക്ക് ചെയ്യുക. ഒന്നുകിൽ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് വേറൊരു ഇലാഹിനെ വെക്കും, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ഒരു പങ്കുകാരനെ വെക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന് സഹായിയാണെന്ന് വാദിച്ച് ഷിർക്ക് ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഇടനിലക്കാരനാണെന്ന് പറഞ്ഞ് ഷിർക്ക് ചെയ്യും. ഈ 4 കാര്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിലൂടെ എതിർക്കുന്നുണ്ട്. സൂറത്തു സബയിലെ 22-ാമത്തെ ആയത്ത് അള്ളാഹു പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ ഇലാഹാണെന്ന് നിങ്ങൾ വാദിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് പറയുന്നു, ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്താവട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുമണി തൂക്കം, ഒരു നിസ്സാരമായ തരത്തിൽ പോലും ഒന്നും അവർ അധികാരപ്പെടുത്തുന്നില്ല. നിദ് എന്നുള്ളതിനെ നിരാകരിക്കുകയാണ്. നിദ് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒഴിവാക്കി അള്ളാഹുവിനെ പോലെ കഴിവ് ശക്തി ഒരാളുണ്ട് പറഞ്ഞ ഇലാഹാക്കാണ്.
അപ്പൊ അതിന് ഒരു അധികാരം, ആകാശഭൂമികളിൽ ഒരു നിസ്സാരമായ കാര്യത്തിന് പോലുള്ള അധികാരം അതിലൊരാൾക്കുമില്ല. രണ്ടാമത്തേത് പറഞ്ഞു വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, ആ ആകാശഭൂമികൾക്കിടയിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കുകാരനായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. ശിർക്കിന്റെ രണ്ടാമത്തെ ഇനം ശരീക്ക്, അള്ളാഹുവിൽ പങ്കുകാരെ വെക്കുന്നതിന് എതിർത്തു. മൂന്നാമത്തേത് വമാ ലഹു മിൻഹും മിൻ ദഹീർ, അള്ളാഹുവിന് ഈ ആകാശഭൂമികളിൽ ഒരു സഹായിയുമില്ല, സഹായിയാണെന്നുള്ള നിലയ്ക്കുള്ളത് എതിർത്തു. നാലാമത്തേത് വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹു, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനും ആരുമില്ല അള്ളാഹു അനുമതി നൽകിയാലല്ലാതെ. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനും സാധിക്കില്ല. ഷിർക്കിന്റെ ഈ 4 ഇനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നിരാകരിക്കുന്നുണ്ട്. ഈ ആയത്ത് നമ്മൾ പ്രത്യേകം ഗൗരവത്തിൽ തന്നെ പഠിക്കേണ്ടതാണ്. ഇനി സഹോദരങ്ങളെ, അടുത്ത ആയത്തിലേക്ക് കടക്കുന്നത് വേറൊരു വിഷയത്തിലുള്ള മറുപടിയാണ്. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ ജൂതന്മാരാവട്ടെ നസാറാക്കളാവട്ടെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ആരാധിക്കുന്നത് ജൂതന്മാർ ആരെയാണ് പറയാറുള്ളത്? ഉസൈർ നബിയെയാണ്. ഉസൈർ നബി അള്ളാഹുവിന്റെ മകനാണ്, ഞങ്ങൾ ഉസൈറിനെ ആരാധിക്കുന്നവരാണ്. നസാറാക്കൾ എന്ത് പറയാറുണ്ട്? ഞങ്ങൾ അള്ളാഹുവിന്റെ മകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നവരാണ്. മുശ്രിക്കീങ്ങൾ എന്ന് പറയാറുണ്ട്, ഞങ്ങൾ മലക്കുകളെയും ജിന്നുകളെയും സ്വാലിഹീങ്ങളെയും എല്ലാം ആരാധിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെ അവർ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ ആരാധിക്കുന്നത് ഇന്നാലിന്ന ആളുകളെയാണ് എന്നവർ പറഞ്ഞ് ന്യായീകരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉലൈകല്ലദീന, ആ കൂട്ടർ, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂട്ടർ, യദ്ഊന, അവർ തേടുന്നു, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു വഴി തേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരാരാധിക്കുന്ന ഈ നബിമാരും ഈ മലക്കുകളും ഈ സ്വാലിഹീങ്ങളും ഈ ജിന്നുകളും ഇവരെല്ലാം ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ? ഒരു സൽക്കർമ്മം ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ്. അയ്യുഹും അഖ്റബു, അതിലേറ്റവും അള്ളാഹുവിലേക്ക് അടുത്ത ആള് പോലും. ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാദത്ത് ചെയ്യാന്ന് വിചാരിക്കുക. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത അടിമ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ, വസീലയായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അടുത്ത ആളുകൾ പോലും എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വഴികൾ തേടുകയാണ്. വയർജൂന റഹ്മതഹു, അള്ളാഹുവിന്റെ കാരുണ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു കാരുണ്യം, തന്റെ പാപങ്ങൾ പുറത്തു തരണം, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെടുന്നുമുണ്ട്. ഇന്ന അദാബ റബ്ബിക് കാന മഹ്ദൂറ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് ഭയപ്പെടേണ്ടതാണ്. സഹോദരങ്ങളെ, ഇതിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതായത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത്, അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് എന്നുള്ള പദത്തിന് പൊതുവായ ഒരർത്ഥവുമുണ്ട്, പ്രത്യേകമായി പറയുന്ന ഒരർത്ഥവുമുണ്ട്. പൊതുവായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇഷ്ടവും അങ്ങേയറ്റത്തെ താഴ്മയുമാണ്. വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നൂനിയ എന്നുള്ള കവിതയിൽ പറഞ്ഞതാണ്, വഇബാദത്തുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗായത്തു ഹുബ്ബിഹി, അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി, മഅദുല്ലി ആബിദിഹി, ആബിദ് അടിമ ഏറ്റവും നല്ല താഴ്മ കാണിച്ചുകൊണ്ട് ആരാധിക്കുന്നതിനാണ് ഇബാദത്ത്. ഹുമാ ഖുത്ബാനി, അതാണ് ഇബാദത്തിന്റെ 2 സ്തംഭങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുവെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയും ഇഷ്ടവും ഒരാളോട് കാണിക്കുന്നതിനാണ് എന്ത് പറയുക? ഇബാദത്ത് എന്ന് പറയുക. ഇനി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് തൗഹീദ് എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു.
തൗഹീദ് എന്നുള്ള അർത്ഥത്തിലേക്കും. അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറത്തിൽ വൽ ബാത്തിന. അതായത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടു. മിനൽ അഖ്വാൽ വൽ അഅമാൽ അല്ലാഹിറ വൽ ബാത്തിന, അത് സംസാരങ്ങളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, ബാഹ്യമായിട്ടുള്ളതാവട്ടെ, ഖൽബുമായി ബന്ധപ്പെട്ടതാവട്ടെ, ഇതെല്ലാം എന്താണ്? ഇബാദത്തുകളാണ്. ഇതാണ് ഇബാദത്ത്. പൊതുവായിട്ടുള്ള അർത്ഥം അങ്ങേയറ്റത്തെ ഇഷ്ടവും താഴ്മയും, പ്രത്യേകമായിട്ടുള്ള അർത്ഥം അള്ളാഹു തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതായത് ഏതൊരു സാധാരണക്കാരനാണെങ്കിലും നമുക്ക് എന്താണ് ഇബാദത്ത് എന്ന് ചോദിച്ചാൽ മലയാളത്തിലെങ്കിലും അത് പറയാൻ പഠിക്കണം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ചോദിച്ചാൽ അത് പറയാൻ പഠിക്കണം. അതിനെതിരായി വന്നത് എന്താണ്, അതിനെങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്, അതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനകൾ എന്താണ്, അർക്കാനുകൾ എന്താണ്, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അറബി അറിയുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ട. നമ്മളൊരു ചെറിയ നോട്ട് പുസ്തകം എടുത്തിട്ട് ബേസിക് കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിഫ്ളായിരിക്കണം. ഇപ്പൊ ഒരാൾക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെയാണ് അതിന്റെ കാര്യമെന്ന് പറയാനുള്ള ഒരു അറിവ് നമുക്കുള്ളത്. കാരണം നമ്മുടെ ബാധ്യതയാണ് ദഅവത്ത് എന്നുള്ളത്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത്. അപ്പോൾ ചുരുങ്ങിയ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ ഒരാൾ ഇബാദത്ത് ചോദിച്ചിട്ട് ചില ആളുകൾക്ക് അറിയില്ല. ഒരാൾക്ക് എന്താണ് ദുആ എന്ന് ചോദിച്ചാ എന്താ ദുആ എന്ന് പറഞ്ഞാൽ, ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനിപ്പോ മലയാളത്തിൽ ഒന്ന് പറയാ, അത് പലർക്കും അറിയുന്നില്ല. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അത് എന്താണ് അതിന് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മ വരുത്താനോ തിന്മ തടയാനോ കഴിയുമെന്നുള്ള തേട്ടം, അതാണ് ദുആ. അത് വേറൊരാളാവുമ്പോൾ എന്താവുന്നത്? ശിർക്കാവുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി ഇബാദത്തിന്റെ അർക്കാനുകൾ 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇബാദത്തിന്റെ അർക്കാനുകൾ 3 കാര്യങ്ങളാണ്. ഇബാദത്തിന്റെ അർക്കാനുകൾ 3 ഏതാണ്? 1 അൽ ഹുബ്, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണ്. 2 അർ റജാ, അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. 3 അൽ ഖൗഫ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിച്ചു. എവിടെയാണ്? ഇവിടെ പറഞ്ഞു ആ ഇലാഹുകളായിട്ടുള്ള നബിമാരും മലക്കുകളും മുസ്ലിമീങ്ങളായ ജിന്നുകളും പോലും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു വസീല തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു അയ്യുഹും അഖ്റബ്, അതിലേറ്റവും അടുത്ത ആൾ. ഒരാൾ മറ്റൊരാളോട് ഏറ്റവും അടുക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും അടുക്കുന്ന ആളാരായിരിക്കും? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോടാണ് നമ്മൾ അടുക്കുക. ഇഷ്ടമില്ലാത്ത ആളുകളോട് നമ്മൾ അടുക്കാൻ നിൽക്കുവോ? ഇല്ല, നമ്മൾ അകന്നു പോവുക ചെയ്യാം. അപ്പൊ അള്ളാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എന്തെല്ലാം കർമ്മങ്ങൾ കിട്ടുമോ അതെല്ലാം അവൻ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ അയ്യുഹും അഖ്റബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുബ്ബാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെന്നാണ്. കാരണം ഒരു ദുആയിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക ഹുബ്ബ മൻ യുഹിബ്ബുക ഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ ഞാൻ നിന്റെ ഹുബ്ബിനെ ചോദിക്കുന്നു, നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു. ഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടത്തെ ചോദിക്കുന്നു. ഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ എന്താണ്? നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളിലേക്ക് അടുക്കാനുള്ള വഴികൾ നമ്മൾ തേടും, അതിനുള്ള അയാളോടൊപ്പമാകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തേടും. അപ്പോ അയ്യുഹും അഖ്റബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അതിയായി സ്നേഹിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് പറഞ്ഞു വയർജൂന റഹ്മതഹു, അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവർ. രണ്ടാമത്തെ റജാ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും ഒരാൾക്ക് പ്രേരണയേകുന്നത് അള്ളാഹുവിനുള്ള കാരുണ്യം അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള റജാ, അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ്. അത് നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് എന്ത് സാധിക്കില്ല? സൽക്കർമ്മങ്ങൾ മുന്നേറാൻ സാധിക്കില്ല. ഒരാൾക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള പ്രേരണ അള്ളാഹു ഇത് സ്വീകരിക്കും, അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം നൽകും എന്നുള്ള പ്രതീക്ഷയാണ്. മൂന്നാമത്തെ കാര്യം വയഖാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നുള്ളതാണ്. അതെന്താണ്? അള്ളാഹുവിനെ ശിക്ഷയെ ഭയപ്പെടുന്ന ഒരാൾക്ക്
അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കാനുള്ള പ്രേരണ നൽകും. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കാൻ, അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണയേകും. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ ഇബാദത്ത് ശരിയാകുന്നത്. ഇബാദത്തിന്റെ അർക്കാനുകളാണിത്. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹു ഇത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ എവിടെയാണ്? ഫാത്തിഹയുടെ ആദ്യ 3 ആയത്തുകൾ തന്നെ. ഒന്നാമത്തെ ആയത്ത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്സനാഉ മഅൽ ഹുബ്ബ്. അതാണ് ഹംദ്. ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തുക, വാഴ്ത്തുക. ഇഷ്ടത്തോടുകൂടി ഒരാളെ പുകഴ്ത്തുന്നതിന്, ഇഷ്ടത്തോടുകൂടി ഒരാളെ മദ്ഹ് ചെയ്യുന്നതിന് എന്ത് പറയാ? ഹംദ് എന്ന് പറയാ. അതിൽ ഇഷ്ടം പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് എന്താണ്? അർ-റഹ്മാനിർ റഹീം. റഹ്മാനുർ റഹീം, കാരുണ്യം എന്താണ്? പ്രതീക്ഷ നൽകുന്നതാണ്. മൂന്നാമത്തെ എന്താണ്? മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ അധികാരിയാണ്. അത് ഭയമുണ്ടാക്കുന്നതാണ്, അത് ഭയമുണ്ടാവേണ്ടതാണ്. ഈ 3 കാര്യങ്ങൾ ഇബാദത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപോലെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിലൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അവൻ വഴികേടിലാവും. ഒരാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടം അധികരിച്ചു, ഭയം തീരെ ഇല്ല എങ്കിൽ അവൻ ഭയവും പ്രതീക്ഷയും ഒന്നും നേരെ അല്ലെങ്കിൽ അവൻ പിഴച്ചു പോകും. ഒരാൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ഭയമല്ല, അങ്ങനെയാണെങ്കിൽ പിഴച്ചു പോകും. ഇതെല്ലാം കൃത്യമായിട്ടുണ്ടാവുമ്പോഴാണ് അവന്റെ ഇബാദത്ത് ശരിയാവുക. അപ്പൊ ഇവിടെ പറയുന്നത്, മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ജിന്നാവട്ടെ, മലക്കാവട്ടെ, നബിമാരാവട്ടെ, സ്വാലിഹീങ്ങളായ വ്യക്തികളാവട്ടെ, അവർ തന്നെയും അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ്. അവർ ഈ 3 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടാൻ ശ്രമിക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്, ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. തീർച്ചയായിട്ടും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് താക്കീത് ചെയ്യപ്പെടേണ്ട, ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പലപ്പോഴും സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള അമിതമായ ഒരു പ്രതീക്ഷ കാരണത്താൽ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഭയം എന്നുള്ളത്. കാരണം ഒരു ഈമാനിന്റെ ആദ്യകാലത്ത് ആളുകൾക്ക് ഉണ്ടാവുക അധികവും ഭയമായിരിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമായിരിക്കും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിശാച് അവരെ ഗുറൂറിലാക്കുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിന്റെ കാരുണ്യം പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ നൽകി തിന്മകളെ നിസ്സാരവൽക്കരിക്കും. അവരങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് തിന്മകൾ ചെയ്തു പോകുന്ന അവസ്ഥ. പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ അത് ഗൗരവമാണ്. ഉലമാക്കൾ അതിന് താക്കീത് നൽകാറുള്ള ഒരു വാക്ക്, ഒരു ദീനാറിന്റെ 1/6, ഒരു ധാന്യക്ക് കട്ടെടുത്താൽ ആ കട്ടെടുത്തവന്റെ ശരീരത്തിലെ ഏറ്റവും മഹത്തായ ഒരു അവയവം, അവന്റെ കൈ വെട്ടിക്കളയണം എന്ന് ശിക്ഷ നിയമമാക്കിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന്റെ പരലോകത്തെ ശിക്ഷ എന്താവൂല? നിസ്സാരാവൂല. ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷ പറഞ്ഞത്, ഒരു ദീനാറിന്റെ 1/6 ഒരു ധാന്യക്ക് കട്ടെടുത്താൽ മതി, അവന്റെ കൈ വെട്ടി കളയണമെന്ന ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പരലോകത്തെ ശിക്ഷ എങ്ങനെയായിരിക്കും? ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഭയമില്ലാത്ത ആളുകളായിട്ട് മാറാൻ പാടില്ല, എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ടും മാറാൻ പാടില്ല. സ്വഹാബകൾ അവർ ഭയപ്പെട്ടത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ തന്റെ കഴുതപ്പുറത്ത് മറ്റോ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വൃദ്ധനായ ഒരു വ്യക്തി രാത്രി നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. സൂറത്ത് തൂറാണ് പാരായണം ചെയ്ത്. നിന്റെ റബ്ബിന്റെ ശിക്ഷ തീർച്ചയായിട്ടും സംഭവിക്കുമെന്നുള്ള ആയത്ത് കേട്ടപ്പോ അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ആ മതിലിനോട് ചാരി അവിടെ നിന്നു കുറെ നേരം. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി ഒരു മാസത്തോളം ഉമർ ഖത്താബ് രോഗമെന്താണെന്നറിയാതെ ആളുകൾ വന്ന് സന്ദർശിച്ചു പോകും. ആ ഭയം കാരണത്താൽ രോഗം ബാധിച്ചു കടന്നു എന്നതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഭയവും അതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും നമുക്കുണ്ടായിരിക്കണം. ഇത് യഥാർത്ഥ രൂപത്തിലായാൽ അവനാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഇതിനു ശേഷമുള്ള ആയത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, വഇൻ മിൻ ഖറിയത്തിൻ, ഒരു ഗ്രാമവുമില്ല അല്ലെങ്കിൽ ഒരു സമൂഹവുമില്ല, ഇല്ലാ നഹ്നു മുഹ്ലികൂഹ, നാം നശിപ്പിക്കാതെ, ഖബ്ല യൗമിൽ ഖിയാമ, യൗമുൽ ഖിയാമ അന്ത്യനാളിന് മുൻപായിക്കൊണ്ട്, ഔ മുഅദ്ദിബൂഹ, അല്ലെങ്കിൽ ശിക്ഷ നൽകാതെ, അദാബൻ ശദീദ, വളരെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ നൽകാതെ, കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, കാര്യം അത് തീർച്ചയായിട്ടും കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്.
ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് ഇതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന ഒരു കാര്യത്തിന് മുന്നോടിയായിട്ടാണ് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സമൂഹത്തിലേക്ക് ഒരു നബിയെ, ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ റസൂലിനെ ആ സമൂഹം കളവാക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്താകും? അവർക്കുള്ള ശിക്ഷ നിർബന്ധമാക്കും, ആ സമൂഹത്തിനുള്ള ശിക്ഷ നിർബന്ധമാക്കും. നമ്മൾ നോക്കി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും സാലിഹ് നബിയുടെയും അങ്ങനെ തുടങ്ങി മുൻഗാമികളായ നബിമാർ, അവരെ ധിക്കരിച്ച ആ സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാം ചെയ്തിട്ടുള്ള കാര്യമാണ് അന്ത്യനാളിന് മുൻപായി തന്നെ തന്റെ റസൂലുകളെ നിഷേധിച്ചിട്ടുള്ള നാട്ടുകാരെ ശിക്ഷിക്കുക എന്നുള്ളത്. ഈ ആയത്തിന്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാകണമെങ്കിൽ അടുത്ത ആയത്ത് പറയുമ്പോഴാണ് മനസ്സിലാകുക. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ മനഅന, നമ്മെ തടഞ്ഞിട്ടില്ല, അന്നുർസില ബിൽ ആയാതി, ഒരു ദൃഷ്ടാന്തത്തെ നിയോഗിക്കുന്നതിൽ, ഇല്ല എന്തൊഴികെ, അൻകദ്ദബ ബിഹാ അൽ അവ്വലൂൻ, ആ ദൃഷ്ടാന്തങ്ങളിൽ ഇവരുടെ മുൻഗാമികൾ കളവാക്കിയത് കൊണ്ടല്ലാതെ. വആതൈനാ സമൂദ അന്നാഖ, സമൂദ് ഗോത്രത്തിന് നമ്മൾ ഒട്ടകത്തെ നൽകി, മുബ്സിറതൻ, ഒരു ഉൾക്കാഴ്ച നൽകുന്ന ദൃഷ്ടാന്തമായിട്ട്, ഫളമൂ ബിഹാ, പക്ഷേ അവർ അതിനോട് അക്രമം കാണിച്ചു. വമാ നുർസിലു ബിൽ ആയാത്, നാം ദൃഷ്ടാന്തങ്ങളെ അയക്കുന്നില്ല, ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്തൽ കൊണ്ടല്ലാതെ, ഒരു ഭയപ്പെടുത്തലായിട്ടല്ലാതെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. മക്കയിലെ മുശ്രിക്കീങ്ങൾ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ പറഞ്ഞു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഇന്നക തസ്ഉമു അന്നഹു കാന ഖബ്ലക അംബിയാഉ ഫമിൻഹും മൻ സുഖിറത് ലഹു റീഹ്. മുഹമ്മദേ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിനക്ക് മുമ്പുണ്ടായിരുന്ന നബിമാർ, ആ നബിമാർക്ക് ചില ആളുകൾക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന്. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ. വമിൻഹും മൻ കാന യുഹ്യി അൽ മൗത, ചില നബിമാർ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഈസാ നബി അലൈഹി സ്വലാമിനെ പോലെ. ഫഇൻ സർറക അൻ നുഅ്മിന ബിക വനുസദ്ദിഖക, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ, നിന്നെ സത്യപ്പെടുത്തണമെങ്കിൽ, ഫദ്ഉ റബ്ബക, നീ നിന്റെ റബ്ബിനോട് ദുആ ചെയ്യുക, അൻ യകൂന ലനാ അസ്സഫാ ദഹബൻ, ഈ സഫാ കുന്ന്, ഈ സഫാ പർവ്വതം എന്താക്കണം? സ്വർണമാക്കിയിട്ട് ഞങ്ങൾ തരണം പറഞ്ഞു. മക്കയിലെ മുശ്രിക്കീങ്ങള്, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ സഫാ പർവ്വതം എന്തായിരിക്കും തരണം? സ്വർണമാക്കി മാറ്റി തരണം പറഞ്ഞു. ഫൗഹല്ലാഹു ഇലൈഹി, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി, ഇന്നി ഖദ് സമിഅതു അല്ലദീ ഖാലു, നബിയെ ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞത്. വഇൻ ശിഅത അൻ നഫ്അല അല്ലദീ ഖാലു, നബിയെ താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അതുപോലെ അവർ പറഞ്ഞതാക്കി കൊടുക്കാം. ഫഇൻ ലം യുഅ്മിനൂ നസല അൽ അദാബ്, എന്നിട്ട് അവർ വിശ്വസിച്ചില്ലെങ്കിലോ ശിക്ഷ തീർച്ചയായിട്ടും ഇറങ്ങും, ശിക്ഷ തീർച്ചയായിട്ടും ഇറങ്ങും. ഫഇന്നഹു ലൈസ ബഅദ നുസൂലിൽ ആയ മുനാവറ, ഒരു ദൃഷ്ടാന്തം ഇറങ്ങിയതിനു ശേഷം പിന്നെന്തില്ല, പിന്നെ സംസാരിക്കാനുള്ള ഒരവസരം ഉണ്ടാവൂല, പിന്നെ ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാവൂല. വഇൻ ശിഅത അൻ നസ്തഅനിയ ബിഖൗമിക ഇസ്തഅനൈതു ബിഹിം, നബിയെ താങ്കള് ഒരു ഇട കൊടുക്കണം, കുറച്ച് സമയം കൂടി അവർക്ക് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റബ്ബി ഇസ്തഇനി ബിഹിം, റബ്ബേ അവർക്ക് കുറച്ചുകൂടി സമയം കൊടുക്ക് എന്ന് പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലത് ഖുറൈശുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക അൻ യജ്അല ലനാ അസ്സഫാ ദഹബൻ, നബിയെ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നിന്റെ റബ്ബിനോട് ദുആ ചെയ്യണം ഈ സഫ സ്വർണമാക്കി തരാൻ. വനുഅ്മിനു ബിക്, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം. ഖാല വതഫ്അലൂൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യോ, നിങ്ങൾ വിശ്വസിക്കോ ചോദിച്ചു. ഖാലു നഅം, അവർ പറഞ്ഞു വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഖാല ഫദഅ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫഅതാഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബക യഖറഉ അലൈക അസ്സലാം, നബിയെ താങ്കളോട് അല്ലാഹു തആല റബ്ബ് സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂലു ലക്, അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇൻ ശിഅത ഉസബ്ബിഹു ലഹുമുസ് സഫാ ദഹബൻ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആവുമ്പോഴേക്കും ആ സഫ എന്തായിരിക്കും? സ്വർണമായിട്ടുണ്ടാവും, അങ്ങനെ ആക്കി കൊടുക്കും.
ഫമൻ കഫറ മിൻഹും ബഅദ ദാലിക്, എന്നിട്ടും അവര് കുഫറിലാണെങ്കിൽ അസ്സബ്തുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ഒരാൾക്കും നൽകാത്ത രീതിയിലുള്ള ശിക്ഷ അവരുടെ മേലെ ഇറക്കുമെന്ന് പറഞ്ഞു. വൈൻ ശിഅത, നബിയെ താങ്കൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫതഹ്തു ലഹും അബ്വാബത് തൗബതി വറഹ്മ, അവർക്ക് ഞാൻ തൗബ ചെയ്യാനും അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുമുള്ള കവാടം തുറന്നു നൽകാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൽ ബാബു തൗബതി വറഹ്മ, എന്ത് മതി? തൗബയുടെയും റഹ്മത്തിന്റെയും കവാടം മതി എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതായത് ഈ മുശ്രിക്കീങ്ങൾ ആ ഒരു ദൃഷ്ടാന്തം വേണം, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണം. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവര് ഈ സൊഫ സ്വർണമാക്കി തരണം, മറ്റു ചെറിയ റിവായത്തുകളിൽ മക്കയിലെ കുന്നുകളൊക്കെ ഒഴിവാക്കിയിട്ട് കൃഷി ചെയ്യാവുന്ന പാടം പോലെ ആക്കി തരണം, അങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിന്റെ രീതി എന്താണ്? അള്ളാഹുവിന്റെ സുന്നത്ത് എന്താണ്? ഒരു ദൃഷ്ടാന്തം ഇറക്കിയിട്ട് പിന്നെ അവർ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ പിന്നെന്താ അടുത്തുള്ളത്? പിന്നെ ശിക്ഷ ഇറങ്ങുക എന്നുള്ളതാണ്. കാരണം അത്രയും വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ട് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ പിന്നെ ഇറങ്ങും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, അങ്ങേയറ്റം റഹ്മത്തുള്ളവനാ, ആളുകൾ തൗഹീദ് അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇട കൊടുക്കാനാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ഇന്ന് തൊട്ടുമുമ്പുള്ള ആയത്തും അതാണ് പറഞ്ഞത്. ഒരു സമൂഹത്തെ അവർ നിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? വമാ മനഅനാ അൻ നുർസില ബിൽ ആയാത്ത്, ഒരു ദൃഷ്ടാന്തം ഇറക്കാൻ നമുക്ക് തടസ്സമായിട്ടുള്ള ഒരു കാര്യം ഇല്ല അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ, അവരുടെ മുൻഗാമികൾ കളവാക്കി എന്നുള്ളതാണ്. അവരെ മുൻഗാമികൾ കളവാക്കിയപ്പോൾ അള്ളാഹു ശിക്ഷ ഇറക്കി. അതുപോലെ ഒരവസ്ഥ ഇനിയും ഉണ്ടാകണ്ട എന്നുകൊണ്ട് മാത്രമാണ് ഒരു ദൃഷ്ടാന്തം ഇറക്കാത്തത്. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു, വആതൈനാ സമൂദൻ നാഖത മുബ്സിറതൻ ഫളമൂ ബിഹാ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ ആവശ്യപ്പെട്ടു ഒരു പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരാൻ. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽ നിന്ന് വളരെ വലിയ ഒരു ഒട്ടകം, ഒരു പെണ്ണൊട്ടകം, ഒരു നാഖത്ത് പുറത്തേക്ക് വന്നു. അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം ഇതിനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, അള്ളാഹുവിന്റെ ഒട്ടകമാണ്, അതിന് ഭക്ഷണവും വെള്ളവും നൽകണം, അതിനൊരു സമയം നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ സമൂദ് ഗോത്രത്തിലെ 9 ആളുകൾ, തെമ്മാടികളായിട്ടുള്ള 9 ആളുകൾ, അവർ ആ ഒട്ടകത്തെ അറുത്തു. എല്ലാവരും ആ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായിട്ടുണ്ടായിരുന്ന ആണും പെണ്ണും കുട്ടികളെല്ലാം അതിൽ ഇഷ്ടപ്പെട്ടു, അതിൽ തൃപ്തിപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല 3 ദിവസം അവർക്ക് സമയം കൊടുത്തു. ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകളിൽ തന്നെ മറിഞ്ഞു വീഴുന്ന രീതിയിൽ അവർക്ക് ശിക്ഷ ഇറക്കി. ഇതെല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്ര വലിയ ദൃഷ്ടാന്തം കാണിച്ചിട്ടാണ് അവർ ഈ കുഫ്ർ കാണിക്കുന്നത്. അപ്പൊ ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. ആ ഉദാഹരണം ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണിക്കുമ്പോൾ സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ കഴിവിനെ, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശം ഒന്ന് ഇരുണ്ടുകൂടി വളരെയധികം ശക്തമായ കാറ്റോ അല്ലെങ്കിൽ മഴയോ അല്ലെങ്കിൽ ഗ്രഹണമോ എല്ലാം സംഭവിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എന്താവും? അതിയായി ഭയപ്പെടുന്ന അവസ്ഥയിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ സമയങ്ങളിൽ ആളുകളെ സ്വന്തം വസ്ത്രം നിലത്ത് പിന്നെ ഉരതുമാറ് വേഗത്തിൽ നടന്നുകൊണ്ട് വീട്ടിൽ നിന്ന് വേഗം പോയിട്ട് മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ വിളിക്കുമായിരുന്നു. കാരണം അത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞു ഗ്രഹണം ഉണ്ടായത് ഇതാ നബിയുടെ കുട്ടി മരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ 2 ദൃഷ്ടാന്തങ്ങളാണ്. വഇന്നഹുമാ, തീർച്ചയായിട്ടും അത് രണ്ടും ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാൾ ജനിച്ചതുകൊണ്ടോ ഒരാൾ മരിച്ചതുകൊണ്ടോ അതിനെന്ത് സംഭവിക്കൂല? ഗ്രഹണം സംഭവിക്കില്ല. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല യുഖവ്വിഫു ബിഹിമാ ഇബാദഹു, ആ 2 എണ്ണം കൊണ്ട് നിങ്ങളെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. നമുക്കെന്താ, നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രൻ തന്നെ മാറുന്നുണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷെ അതിനൊരു മാറ്റം വന്ന് ആലോചിച്ച് നോക്കി. ഒരു ഗ്രഹണം, നല്ലൊരു ഗ്രഹണം വന്നു കഴിഞ്ഞാല് നട്ടുച്ചക്കാണെങ്കിലും ഇരുട്ട് പോലെ ഉണ്ടാവും.
അതിന്റെ സാധാരണ രീതിയിൽ നിന്ന് ശരിക്കും നമ്മെ ഭയപ്പെടുത്തുന്ന രൂപമായിരിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്നതിനാ? ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുമെന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു പറയാണ് അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫൈദാ റഅയ്തും ദാലിക്, ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ഒക്കെ കണ്ടാൽ ഫഫ്സഉ ഇലാ ദിക്രിഹി വ ദുആഇഹി വ ഇസ്തിഗ്ഫാരിഹി, ഭയപ്പാടോടുകൂടി അള്ളാഹുവിനെ ദുആ ചെയ്യാനും ദിക്ർ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നിങ്ങൾ തയ്യാറാവുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ, വല്ലാഹി മാ അഹദുൻ അഗ്യറ മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ഗൈറത്തുള്ള ആത്മരോഷമുള്ള ഒരാളുമില്ല. ഒരു അടിമ, ഒരു പുരുഷൻ വ്യഭിചരിച്ചാലും ഒരു അടിമ സ്ത്രീ വ്യഭിചരിച്ചാലും അതിനേക്കാൾ ആത്മരോഷം, അതിനേക്കാൾ കോപമുണ്ടാകുന്ന, അള്ളാഹുവിനേക്കാൾ ഉണ്ടാകുന്ന ഒരാളുമില്ല. യാ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ, വല്ലാഹി അല്ലാഹുവാണ്, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലവഹിക്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അത് അടിമകളെ ഭയപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള ഈ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നാം സത്യത്തിൽ ഭയപ്പെടണം. കാരണം ആ സൂര്യൻ പൊട്ടിത്തകരുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, കടലിന് തീ പിടിക്കുന്ന, ഭൂമി വിണ്ടുകീറുന്ന ഒരു ദിവസം, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് മുമ്പായിട്ടുള്ള അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള താക്കീതാണിത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ജനങ്ങൾ ഓർമ്മിപ്പിക്കുമായിരുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങണം. ഈ ഓരോന്നും, നമ്മൾ ഓരോ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, ഭൂമി കുലുക്കം ഉണ്ടാവുന്നു, ചുഴലിക്കാറ്റുണ്ടാവുന്നു, ഇതെല്ലാം പറയുമ്പോൾ ഒരു മുഅ്മിനിന്റെ മനസ്സിലുണ്ടാവേണ്ട എന്താണ്? അത് അവിടെ മറ്റേ എന്താ പറയാ, എന്തോ ഒരു ഇത് പറയില്ല, ചുഴലിക്കാറ്റുണ്ടാവുന്നതിനൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രഷർ ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭൂമി കുലുക്കുണ്ടായതിന്റെ ഈ കാര്യം മാറിയത് കൊണ്ടാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അല്ല. ഒരു ഇടിവെട്ടൽ അത് അള്ളാഹുവിന്റെ ചാട്ടവാർ കൊണ്ടുള്ള അടിയാണെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്, ഇടിവെട്ടുന്നത്. അപ്പൊ അതെല്ലാം ഒരു അടിമയെ ഭയപ്പെടുത്തേണ്ടത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ അള്ളാഹു നമ്മെ താക്കീത് ചെയ്യുകയാണ് എന്നുള്ള ബോധത്തിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദൃഷ്ടാന്തങ്ങളെ അയക്കുന്നത്, ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നത് തഖ്വീഫായിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പാടുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കുണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഈ ആയത്തുകളിൽ, ഇന്ന് പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഒന്ന്, മുശ്രിക്കീങ്ങൾ അവരാരാധിക്കുന്ന ഇലാഹുകളുടെ നിരർത്ഥകതയാണ്. ഒരു നന്മ വരുത്താനോ തിന്മ തടയാനോ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഇനി അവരാരാധിക്കുന്ന നബിമാരാവട്ടെ സ്വാലിഹ്യങ്ങളാവട്ടെ അവർ തന്നെ അള്ളാഹുലേക്ക് അടുക്കാൻ വഴി തേടുകയാണ്. ഇബാദത്തിന്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞത് ഹുബ്ബ്, റജാ, ഖൗഫ് എന്നിവയാണ്. അതുപോലെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹം അള്ളാഹുവിന്റെ റസൂലിനെ കളവാക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കും അന്ത്യനാളിന് മുമ്പ് തന്നെ. അതിനൊരു ശിക്ഷ ഇറങ്ങാതിരിക്കാൻ മക്കയിലെ മുശ്രിക്കീങ്ങൾ ദൃഷ്ടാന്തം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സമയം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? കുറച്ച് സമയം കൊടുത്ത ദൃഷ്ടാന്തം ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ കാണുമ്പോൾ, ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അത് തഖ്വീഫിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.